മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ പ്രധാന ലക്ഷ്യം നിങ്ങളും ഈ പ്രണയബന്ധവും തന്നെയാണോ? സത്യാവസ്ഥ അറിയാൻ ഈ റീഡിംഗ് കാണുക. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി, ഈ പേഴ്സന്റെ ലക്ഷ്യപ്രകാരം നിങ്ങളും ഈ പ്രണയബന്ധം മാത്രം തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സത്യാവസ്ഥ അറിയാൻ ഈ റീഡിങ്, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക്, നമുക്ക് ഈ ആദ്യത്തെ സെക്ഷൻ എടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എനർജിയാണ്, അത് ലാസ്റ്റ് പറയാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു എനർജിയിലേക്ക് പോകാം. നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സന്റെ ഹൃദയം ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ചിലപ്പോൾ റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, അങ്ങനെ ഈ പേഴ്സണെ വഴിതെറ്റിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുക, വഴിതെറ്റിക്കുക എന്നുള്ള രീതിയിലേക്ക് ഈ പേഴ്സൺ വേറെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. വേറെ ആൾക്കാരെ ഈ പേഴ്സണെ എന്താണ് സ്വന്തമാക്കാനായിട്ട്, അല്ലെങ്കിൽ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഫ്രണ്ട്സ് ഈ പേഴ്സണെ ആഗ്രഹിക്കുന്നു, അവർക്ക് ഈ പേഴ്സണെ വേണം എന്നുള്ളൊരു രീതിയിൽ, ഈ പേഴ്സൺ വേറെ കമ്മിറ്റ്മെന്റിലോട്ടൊന്നും പോകാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒരാളിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കാനാണ്. അത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് പേര് ഇൻവോൾവ്മെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് അനുമതി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അത് നാച്ചുറലി അത് വന്നു പോയതാണ്, വേറെ ആൾക്കാരുടെ ആ ഒരു എനർജി വന്നു പോയതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആ ഒരു വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലേക്ക്. ആദ്യം ഒരുപക്ഷെ ഇതിനെ കുറിച്ചിട്ട് അത്രത്തോളം വിശ്വാസം ഉണ്ടായിട്ടില്ലായിരിക്കാം, വേറെ ആൾക്കാരുടെ അഭിപ്രായമായിരിക്കാം ഈ പേഴ്സൺ കേട്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ തിരിച്ച് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇവിടെ കംപ്ലീറ്റ്ലി ആ ഒരു വിശ്വാസം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി മറ്റുള്ളവർ കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാം, മറ്റുള്ളവരുടെ എനർജിയിലായിരിക്കാം ഈ പേഴ്സൺ പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് മുഴുവനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ ഈ പേഴ്സൺ ഒരുപക്ഷെ തയ്യാറായിട്ടില്ലായിരിക്കാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ടും വിശ്വാസം കൊടുക്കാനായിട്ടും ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പേഴ്സൺ തന്നെ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു ലെവലായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടും, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും, അതിനുശേഷം ഈ പേഴ്സൺ തന്നെ കിടന്ന് വിഷമിക്കും. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അതായത് ഈ പേഴ്സൺ തന്നെ ഓരോന്ന് ഒപ്പിക്കുന്നു, ഓരോന്ന് കാണിക്കുന്നു, എന്നിട്ട് അവസാനം ഈ പേഴ്സൺ തന്നെ കിടന്നുകൊണ്ട് കരയുന്നു, വിഷമിക്കുന്നു, അല്ലെങ്കിൽ സ്വസ്ഥത ഇല്ലാണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് അസ്വസ്ഥത കുറവുണ്ട്. അതിൽ പലതും ഈ പേഴ്സൺ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് മസ്റ്റായിട്ടും ആ ഒരു ഉറക്കം, അല്ലെങ്കിൽ
ഉറക്കമില്ലാത്ത ഇത്, മനസ്സിന് സന്തോഷമില്ലാത്ത സിറ്റുവേഷൻ, അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നാച്ചുറലി അതങ്ങനെ വന്നു പോയതാണ്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒപ്പിച്ച് വെച്ചിട്ട് സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിലും ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും. പക്ഷെ ഈ ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടമല്ല എന്നുള്ളത് കാണിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങളെ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താ പറയുക, ദേഷ്യം പിടിപ്പിക്കുന്ന, ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു പരിപാടി ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ ആദ്യമൊക്കെ അങ്ങനെ വേറെ ആൾക്കാരുടെ ഇഷ്ടം നോക്കി ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ വ്യക്തിയുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ മാത്രമേ ജീവിതം പൂർണ്ണമാകൂ എന്നും നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നാൽ മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു ഫുൾഫിൽമെന്റ് കിട്ടുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാലൻസ് തരുമ്പോൾ എന്താ പറയാ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് പ്രത്യേകം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വില നഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ വന്ന് കയറുകയാണെങ്കിൽ മറ്റുള്ളവരുടെ വില നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഐ ഹാവ് ടു ടേക്ക് ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ആണ്. അപ്പോൾ ഒരുപാട് ഈ പേഴ്സൺ ഈ സാമ്പത്തിക പരമായിട്ടും ഇമോഷൻസ് പരമായിട്ടൊക്കെ ഒരുപാട് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ മറ്റുള്ളവര് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഇമോഷണൽ ആകുന്നു. സ്വന്തമായിട്ടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വളരെ റൂഡായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ പേഴ്സന്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനെ കുറിച്ചാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് ആരോടും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. വിഷമത്തോടെയാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്യണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, അൺപ്ലഗ് ആൻഡ് റിലാക്സ് ഫോർ എ സ്പെൽ എന്നാണ്. ഈ പേഴ്സൺ ഈ ഒരുപാട് സ്പ്ലിറ്റിംഗ് എനർജീസ് വരുന്നത് കൊണ്ട് തന്നെ ഫിസിക്കൽ എക്സസൈസോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവരുന്നതെന്നല്ല, അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചിലപ്പോൾ ഒരു പ്രാർത്ഥനയാകാം, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ആകാം, മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം, റേക്കി ഹീലിംഗ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പീസ് ആകാം. ഓക്കെ, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു ടവർ മൂവ്മെന്റിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നു. അതിനോടൊപ്പം തന്നെ ഫ്രണ്ട്സ് ആൻഡ് കൊലീഗ്സ് ആണ്. അതായത് ചുറ്റുപാടുള്ള ഒരുപാട് എനർജീസ് കാരണം ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി അത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് എനർജി സേവ് ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ചിലപ്പോൾ മറ്റുള്ളവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഇല്ലായിരിക്കാം, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ അത് മനഃപൂർവ്വം ഉൾവലിയുകയാണ്. എന്നിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, പ്രാർത്ഥനകളാണോ, പ്രൊട്ടക്ഷൻ ആണോ, സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളാണോ, അമ്പലം അല്ലെങ്കിൽ പള്ളിയിൽ സന്ദർശിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളും ആയിരിക്കാം.
അപ്പോൾ ഈ ഒരു എനർജിയിലേക്കും ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സെലിബ്രേഷൻ അങ്ങനത്തെ ഒരു ലെവലിൽ നിന്നിരുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സ്വന്തം എനർജി എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. യെസ്, ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ എനർജി നല്ല രീതിയിൽ തന്നെ ഉയർത്തി കൊണ്ടുവരണം, എന്നാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും പ്രാക്ടിക്കൽ അല്ല. ഈ റിലേഷൻഷിപ്പിൽ വിജയം കൊണ്ടുവരാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും എതിരായിട്ടാണ് നിൽക്കുന്നത്. ആരിൽ നിന്നും സഹായവുമില്ല, ആരും സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ചിലപ്പോൾ ഈ പേഴ്സൺ ഈ പറഞ്ഞ പോലെ ഒരുപാട് റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സും കൊലീഗ്സും എല്ലാം ഉണ്ടാകാം. പക്ഷെ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആ ഒരു വേണ്ട സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ പ്രാപ്തി ഉണ്ടാക്കിയെടുത്ത് സ്വന്തമായി തന്നെ വിജയങ്ങൾ കൈവരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതി തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു കോൺഫിഡൻസും കൂടിയാണ് ഈ പേഴ്സൺ ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് കംപ്ലീറ്റ്ലി പറയാനായിട്ട് സാധിക്കുന്നു. ഇനി ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 4 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് എനർജറ്റിക് ക്ലിയറിംഗ് ആണ്. യെസ്, ഡ്യൂറിങ് ക്രൈസിസ് ദ ഹോളി വൺ ഹിയർ സെൽഫ്. യെസ്, ഐ മീൻ നിങ്ങളുടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള പേടി, ഭയം, മുന്നോട്ട് പോകാനുള്ള ടെൻഷൻ, ആശങ്ക, ഡിപ്രഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ കാളിമാനെ ആരാധിക്കുന്ന ആൾക്കാരായിരിക്കാം ഈ റീഡിംഗ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ദൈവമായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം, ഉപാസിക്കുന്നവരായിരിക്കാം. ഈ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നെഗറ്റീവ് എനർജീസ് ഒരുപാടുണ്ട്, അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് ഒരു ബ്ലാക്ക് മാജിക് ആയിട്ടോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു എന്താ പറയുക, പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഒക്കെ ആണെങ്കിൽ പോലും എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ അതിനെ എനർജി, ആ ഒരു നെഗറ്റീവ് എനർജി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊട്ടക്ഷൻ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഈ റിലേഷൻഷിപ്പിനെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ട്. ആ ഒരു പ്ലാനിങ് എന്താണോ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ, പ്ലാനിങ് ഉണ്ടാകും. അപ്പോൾ ആ പ്ലാനിങ് എന്താണോ അത് നടപ്പിലാക്കാനും കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നമുക്ക് കാളിമാന്റെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, കാളിയമ്മ ആ ഒരു ദൈവത്തിന്റെ ഇത് നല്ല രീതിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ ദ എംപറർ ആർക്കേഞ്ചൽ യൂറിയൽ ആണ്. അതായത് സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ആണ്. അതായത് നിങ്ങൾക്ക് ഇതിലും ഒരുപാട് പ്ലാൻസ് ഉണ്ട്, പദ്ധതികളുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാം, നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, ഇതിലൊരു നിലനിൽപ്പും എല്ലാം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ ചാർജ് ചെയ്തുകൊണ്ട് എനർജി വരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏഞ്ചൽ എന്ന് പറയുന്നത് യൂറിയൽ ഏഞ്ചൽ ആണ്. നിങ്ങൾ ഒരുപക്ഷെ അഫർമേഷൻസ്, സ്പെൽ വർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഏഞ്ചലിനെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്ന് മുതൽ പ്രയറിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അത് സോളുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, സോളുകളായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല എങ്കിൽ ഉറപ്പായിട്ടും ഇതിലൊരു ഫ്യൂച്ചർ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് തുടങ്ങി വെച്ചിട്ടുള്ളത്. കേവലം ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ ഒരിക്കലും അല്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് കിട്ടണം, അതിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് ആ ഒരു മനസ്സോട് കൂടി, ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്, നിങ്ങൾ അങ്ങോട്ടും.
അത് മാത്രമല്ല ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് കാണിക്കുന്നു. മേ ബി നിങ്ങളായിരിക്കാം, ഈ പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് തമാശകൾ പറയുകയും വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ടാൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. വളരെ ഫണ്ണി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും ഒക്കെ നടക്കുന്ന ആൾക്കാരെയാണ്, കപ്പിൾസിനെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഫാമിലി ഉണ്ടാകാം, എന്തൊക്കെയാണെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ വളരെ എന്റർടൈൻമെന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, നിങ്ങൾ രണ്ടുപേരെയും അറിയാവുന്ന മറ്റുള്ളവർക്കും അറിയാം, മറ്റുള്ള ഫ്രണ്ട്സിനും അത് നന്നായിട്ട് അറിയാം. ഓക്കെ, സോ അതിൽ അസൂയപ്പെടുന്നവരുണ്ട്, അതും മനസ്സിലാക്കുക. ഹൈദരാബാദ് കിട്ടിയിട്ടുണ്ട് സ്ഥലം, മേ ബി വർക്കിംഗ് പ്ലേസ് ആയിരിക്കാം, നേറ്റീവ് പ്ലേസ് ആയിരിക്കാം. നോ കോണ്ടാക്ട്, ലെറ്റർ നമ്പർ 44 ഏഞ്ചൽ നമ്പർ ആണ്. അത്തം നാള് ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി, കുറ്റബോധം തോന്നിക്കുക. ഭരണി നാള് പ്യുവർ കമ്മ്യൂണിക്കേഷൻ, ജനുവരി 72 മണിക്കൂർ, ഗുജറാത്ത്, ദെൻ സെപ്റ്റംബർ. ഈ ഒരു ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.